8 ദിക്കുകളും മുഴങ്ങുമാർ ഉഗ്രമായ ഒരു ഇടിനാദത്തോടു കൂടിയിട്ട് അതാ ഒരു ശബ്ദം ഹിരണ്യകശിപുവിന് മനസ്സിലാവുന്നില്ല. എവിടുന്നാണ് ഇത്രയും ഭീകരമായൊരു ഭയാനകമായൊരു ശബ്ദം വന്നിരിക്കുന്നത് എന്ന്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഹിരണ്യകശിപു കാണുന്നത് മറ്റൊന്നാണ്. ഭഗവാന്റെ ആ ഉഗ്രമായ ആ രൂപത്തെ ഭഗവാൻ പ്രകടമാക്കുന്നു. സത്യം വിദാതം നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂദേശകിലേഷു ചാത്മനാ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ബ്രഹ്മാവിന് കൊടുത്ത വരങ്ങളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പ്രഹ്ലാദൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളെ സത്യമാക്കി തീർക്കാൻ വേണ്ടി എപ്പോഴൊക്കെ ഭഗവാന്റെ ഭക്തൻ ഒരു പരീക്ഷീണനാവൂ, ആ സമയത്ത് ഭഗവാൻ വേണമെങ്കിൽ രൂപമെടുത്ത് അവതരിച്ചുകൊണ്ട് നമ്മെ ഭക്തപ്രണശ്വതി എന്ന് അർജുനനോട് പറയുന്ന ഭഗവാൻ അതുപോലെ തന്നെ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവേ അവിടുത്തെ കൊടുത്ത വരങ്ങളെയൊക്കെ ഞാൻ തന്നെയാണ് പൂർത്തീകരിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള ഭഗവാൻ അവിടെ നിന്ന് പ്രകടമാവുന്നു. ഏത് രൂപത്തിലാണ് അത്ര പ്രകടമാകുന്നത്? ന മൃഗം ന മാനുഷം, മനുഷ്യനുമല്ല മൃഗവുമല്ല. അതിമനോഹരമായി ഭട്ടതിരിപ്പാട് അത് ഓർമ്മിപ്പിക്കും നമ്മളെ. സ്തംഭേ ഖട്ടയതോ ഹിരണ്യകശിപൂം കർണോ സമാജോർണയൻ ആഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തബാഭൂൽരവാം ശ്രുത്വായം കില ദൈത്യരാജഹൃദേ പൂർവകദാപ്യശ്രുതം കമ്പക്കശ്ചന സംഭവാതജലിതോവി അംഭോജപോർവിഷ്ടരാൾ. ആ മുഴക്കത്തെ പ്രകടമാക്കിക്കൊണ്ട് ഭട്ടതിരിപ്പാട് പറ സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ മുഷ്ടി കൊണ്ട് ആ തൂണിനെ മധ്യഭാഗത്തടിച്ചപ്പം അവിടെ നിന്നുണ്ടായ ഘോരമായൊരു ശബ്ദം ഹിരണ്യകശിപുവിന് പോലും ഭയം ജനിപ്പിച്ചുകൊണ്ട്, ഇത് മുമ്പ് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനൊരു രൂപവും ശബ്ദമൊന്നും, ഇതെന്താണെന്ന് അത്ഭുതത്തോടുകൂടി നോക്കുന്ന സമയത്ത്, ഭയം ഉള്ള മനസ്സോടുകൂടി നോക്കുമ്പോൾ കാണുന്നത് സസത്തമേനം പരിതോപി പശ്യൻ സമ്പസ്യ മധ്യാതനു നിർജിഹാനം നായം മൃഗോ നാഭിനരോ വിചിത്രം അഹോ കിമേതിൽ നമകേന്ദ്രരൂപം. ഇതുവരെ ഇങ്ങനെ രൂപം ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത്ര ബീഭത്സമായൊരു രൂപം, ഇതെന്താണെന്ന് നോക്കുന്ന സമയത്ത് ഇത് മൃഗവുമല്ല മനുഷ്യനുമല്ല. പിന്നെ ഹിരണ്യകശിപു നോക്കുമ്പം ആ തൂണിൽ നിന്ന് കാണുന്ന ഭാവങ്ങൾ, തീക്കട്ട പോലുള്ള 2 കണ്ണുകൾ തൻ്റെ നേരെ ഇങ്ങനെ കുത്തിച്ചൊഴുന്ന് നോക്കുന്നത് പോലെ, അതുപോലെ തന്നെ വെളുത്ത രോമങ്ങൾ ഇങ്ങനെ ആടിയാടി തന്നിലേക്ക് അടുക്കുന്നത് പോലെ, ഒരു വാളുപോലെയുള്ള നാവത തൻ്റെ നേരെ നീണ്ടു വരുന്നു, കൂർത്തമൂർത്ത നഖങ്ങൾ തൻ്റെ നേരെ വരുന്നു. ഹിരണ്യകശിപുവിൻ്റെ കഴമ്പത്തിൻ്റെ പിടി, കൂർത്ത പല്ലുകൾ തൻ്റെ നേരെ വരുന്നു. ബീഭത്സമായ ഭഗവാന്റെ രൂപം, ഭഗവാൻ തലയാട്ടിക്കൊണ്ട് തൻ്റെ താടിയും തൻ്റെ തലയൊക്കെ ആട്ടിക്കൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവിടെ നിന്ന് ഭഗവാൻ ആ തൂണിൽ നിന്നും പുറത്തേക്ക് ചാടുകയാണ്. കരാള ദൃഷ്ടാ കരവാള ചഞ്ചല ശുരാന്തജിക്വാ ഭൃഗുഡിഹോ ഭൃഗുഡീ മുഖോത്ഭണം ശബ്ദോർധകർണം ഗിരിഗന്ധരാത്ഭുത വ്യാത്യാസനാസം അനുഭേദഭീഷണം. ഭഗവാന്റെ ആ ബീഭത്സമായ രൂപം, കരാള ദൃഷ്ടോ, കൂർത്തമൂർത്ത പല്ലുകളും അതുപോലെ തന്നെ കരാളവാള ചഞ്ചല, വളരെ ഷാർപ്പായിരിക്കുന്ന, വളരെ വെട്ടിമുറിക്കാൻ സാധിക്കുന്ന ആ ജിഹ്വ, ഭഗവാന്റെ നാവുകൾ, ഭൃഗുഡിരോ മുഖോത്ഭണം, ബീഭത്സമായ മുഖം, ഇതെല്ലാം കൂടി കണ്ട് ഭഗവാന്റെ കാതുകളും ഭഗവാന്റെ ആ പായ പൊളിച്ചിരിക്കുന്ന ആ രൂപവും എല്ലാം കൂടി കണ്ട് ലോകം മുഴുവൻ കീഴടക്കി എന്ന് പറഞ്ഞ അഹങ്കരിച്ച ആ ഹിരണ്യകശിപു പോലും ഒരു നിമിഷം പേടിച്ചുപോയി എന്നാണ്. ഇതേപോലെ അർജുനൻ പണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം കാണുന്ന സമയത്ത് ഒരു പേടിക്കുന്നൊരു രംഗമുണ്ട്. ആ യുദ്ധക്കളത്തിലേക്ക് ഇതേ ഭാവം തന്നെ നിങ്ങൾക്ക് അവിടെയും കാണാം. 11-ാമത്തെ അധ്യായത്തിൽ ഗീതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദ്രഷ്ടാകരാളം ദൃഷ്ട്വാ ലോകാ പ്രഭ്യതിതാ തദാഹം ദ്രഷ്ടാകരാളാനി ച തേ മുഖാനി ദൃഷ്ടൈവ കാലാ നലതന്നിഭാനി ദിശോന്ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഇതേ ഭാവം, തൻ്റെ ആ ബീഭത്സമായ രൂപത്തെ കണ്ട് ഭഗവാന്റെ ആ ബീഭത്സമായ ഭാവത്തെ കണ്ട് അവിടെ അർജുനൻ ഭയക്കുന്നു, ഇവിടെ ഹിരണ്യകശിപു ഭയക്കുന്നു. പിന്നീട് ഭഗവാൻ അവിടെ നിന്നും ചാടുന്നു. തൻ്റെ കൂർത്തമൂർത്ത പല്ലുകളും അതുപോലെ തന്നെ നഖങ്ങളും കാണിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ നേരെ ഓടുന്ന സമയത്ത്, ഉച്ചത്തിൽ സിംഹത്തിൻ്റെ ഗർജനവുമായി ഓടുന്ന സമയത്ത് കൊട്ടാരത്തിലുള്ളവരെല്ലാം ഓടാൻ തുടങ്ങി. ഹിരണ്യകശിപു എപ്പോഴേക്കും
വീണ്ടെടുത്തു. ഭയത്തെ അതിവർത്തിക്കാനുള്ള കഴിവുകളൊക്കെ തനിക്കുണ്ട് എന്നുള്ളൊരു ഓർമ്മ. പണ്ട് ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ടല്ലോ വരങ്ങൾ, അതൊക്കെ ഓർത്തുകൊണ്ട് അകത്ത് ചെന്നിട്ടൊരു ഗതയൊക്കെ ആയിട്ട് ഭഗവാന്റെ നേരെ വന്നു. ഭഗവാൻ ആ ഗതയെല്ലാം തട്ടിത്തെറിപ്പിച്ചു. പിന്നീട് വാളുമായി വന്നു, അതും ഭഗവാൻ തട്ടിത്തെറിപ്പിച്ചു. ഭഗവാൻ നോക്കി, പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്തിൽ വെച്ച് കൊല്ലരുത്. ഇതെല്ലാം നോക്കുമ്പം ഇതുപോലൊരു സന്ധ്യാസമയം. പിന്നെ ഭഗവാൻ കാത്തിരുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്തു അത്രേ? വിക്ഷസ്ഫുരന്ധം ഗ്രഹണാതുരം ഹരി വ്യാളോ യഥാഹും കുലിലാച്ഛതത്വജം ദ്യാരൂര്യാപാത്യദാരലീലയാ നഖയ്യദാഹിം കരുടോ മഹാവിഷം. ഭഗവാൻ തൻ്റെ ഒരു ഭയങ്കരമായ ഭാവത്തെ കാണിച്ച് തലമുടിയൊക്കെ ആട്ടിക്കൊണ്ട് അവിടെ നിന്ന് അവൻ്റെ നേരെ ചീരിയടിച്ചുകൊണ്ട് ഒരൊറ്റ അടിക്ക് അവനെ വീഴ്ത്തിക്കളഞ്ഞു. വീഴ്ത്തിയതും ഭഗവാൻ അവൻ്റെ മേലെ വീണു. എന്നിട്ട് എന്ത് ചെയ്തത്രേ? ഏതുപോലെയാണോ ഒരു പാമ്പിൻ്റെ മുകളിൽ ഒരു ഗരുഡൻ വീണ് കൂർത്തമൂർത്ത നഖങ്ങളെ കൊണ്ട് വാരിയെടുത്ത് ആ പാമ്പിനെയും കൊണ്ട് പോകുന്നത്, അതുപോലെ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ മേലെ വീണ് ദ്യാരൂര്യ ആഭാത്യ നഖയ്യദാഹിം ഗരുഡോ. എപ്രകാരമാണോ മഹാവിഷമുള്ളൊരു പാമ്പിനെ എടുക്കുന്നത് പോലെ ഭഗവാൻ അവനെ തൻ്റെ 2 കൈമുട്ടുകൊണ്ടും അമർത്തിക്കൊണ്ട്, ഒരു കൈമുട്ടുകൊണ്ട് തുടയമർത്തി, മറ്റൊരു കൈമുട്ട് നെഞ്ചും കൈകളും അമർത്തിക്കൊണ്ട് ഭഗവാൻ അവനെ അനങ്ങാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവനെ തൻ്റെ മടിയിലേക്ക് വാരിയെടുത്ത് അനങ്ങാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് എഴഞ്ഞെഴിഞ്ഞ്, നേരത്തെ പറഞ്ഞുവല്ലോ, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, ആകാശത്തിൽ വെച്ച് കൊല്ലരുത്, വാതിൽപ്പടിയിൽ ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് ഇരുന്ന് തൻ്റെ മടിയിൽ അവനെ വിസ്തരിച്ച് കടത്തിക്കൊണ്ട് അവനെ ഇളകാൻ സമ്മതിക്കാതെ സംരംഭ ദുഷ്പ്രേക്ഷകരാളലോചന വ്യാത്താനനന്തം വിലിഹൻ സ്വജിഹയാ അസൃക്ലവാക്താരുണകേസരാനനോ യഥാന്ത്രവാലി ദിവഹത്യയാഹരിം. സംരംഭ ദുഷ്പ്രേക്ഷകരാളലോചനോ. രണ്ട് കൈകൊണ്ടും ആ കൂർത്തമൂർത്ത നഖങ്ങൾ അവൻ്റെ മാറിലും വയറിലും വെച്ച് കീറി വലിച്ചു കളഞ്ഞു ഭഗവാൻ. അതിൽ നിന്നത് ആ കുടുകൂടെ രക്തം വരുന്നു. വ്യാത്താനനം, വായ പൊളിച്ചുകൊണ്ട്, വലിഹൻ സ്വജിഹയാം, തൻ്റെ നാവുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന രക്തത്തെ ഭഗവാൻ വാരിക്കോരി കുടിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. പോരാത്തതിന് ഭഗവാൻ അസൃക്ലവാക്താരുണകേസരാനനോ, അവൻ്റെ ഉള്ളിലുള്ള കുടംമാലകളൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് യഥന്ത്രമാലി ദിവഹത്യയാഹരി, അവൻ്റെ മാലകളൊക്കെ വലിച്ചെടുത്ത് തൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ സ്വയമേവ മറന്നുകൊണ്ട് ആനന്ദിക്കാൻ തുടങ്ങി. നഖാങ്കുരോൽപാടിതകർസരോരുഹം വിസജ്ജതസ്യാനുചരാനുയായുധൻ അഹൻ സമന്ധാ നഖസസ്ത്രഭാഷ്ണിവേ ധോദണ്ഡയൂഥേന പതൻ സഹസ്രശാം. ലോകം കീഴടക്കിയ ചക്രവർത്തി, എല്ലാ കഴിവുകളും എല്ലാ ശക്തികളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് കരുതി ഹിരണ്യകശിപു ആ ഭഗവാന്റെ മടിത്തട്ടിൽ നിർജീവമായി. അവൻ്റെ ഒരു വരത്തിനും അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല. എത്രയോ കഴിവുകളും എത്രയോ ശക്തികളുമുള്ള ത്രിലോകം കീഴടക്കിയ ചക്രവർത്തിക്ക് ഭഗവാന്റെ മുന്നിൽ അല്പം പോലും ധൈര്യത്തോടുകൂടി നേരിടാൻ സാധിച്ചില്ല എന്ന് പറയണം. ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായാലും, നമ്മുടെ മനസ്സിൽ എന്തെല്ലാം സമ്പത്തുണ്ടെന്ന് നിങ്ങൾ കരുതിയാലും, ആ മനസ്സിനെ നിലനിർത്തുന്ന ഭഗവാനിലേക്ക് തിരിയാത്തോടത്തോളം കാലം ഉണ്ട് എന്ന് കരുതുന്ന സമ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മൾ ആ ഭഗവാന്റെ ശക്തിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയാണ്. ഒരു കുമിളയ്ക്കുണ്ടോ ഒരു തടാകത്തെ അളക്കാൻ സാധിക്കുന്നു? കുമിളകളൊക്കെ വിചാരിക്കുകയാണ് ഞങ്ങളെപ്പോലൊരു തടാകം ലോകത്തിൽ ഇല്ലയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്രകാരമുള്ള ഒരു കുമിള, ഹിരണ്യകശിപുവാകുന്ന കുമിള ആ ഭഗവാന്റെ മടിത്തട്ടിൽ വീണ് പൊട്ടി. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് ആ സമയത്തായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക, എൻ്റെ പുത്രൻ പ്രഹ്ലാദൻ ഏതൊരു ശക്തിയാണോ ഇത്രയും കാലം ഭജിച്ചത്, ആ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ലോകത്തിലില്ലയാണ്. പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴേക്കും സമയം കാലവും പോയി കഴിഞ്ഞു. പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണ് അവർ തിരിച്ചറിയുന്നത്, ഈ ശക്തി ആയിരുന്നില്ലേ എനിക്ക് വേണ്ടത് എന്ന്. ഇതാ ഹിരണ്യകശിപുവിനത് ബോധ്യമാവുമ്പോഴേക്കും അയാളുടെ ജീവിതം കഴിഞ്ഞു. പിന്നീട് ഭഗവാൻ അവിടുന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ്റെ കൂട്ടാളികളെയൊക്കെ ഓടിപ്പിച്ചു. കുറേ പേരെ നഖം കൊണ്ട് മാന്തി പൊളിച്ച് അങ്ങനെ ഭഗവാൻ അവിടെ ലീലയാടി പറയണം. അങ്ങനെ ആ സമയത്ത് ദേവന്മാരെല്ലാം ഭഗവാന്റെ ബീഭത്സമായ രൂപത്തെ കാണാൻ, ഉഗ്രമായ രൂപത്തെ കാണാൻ അവിടെ പ്രകടമാവുകയാണ്. നിശമ്യലോകത്രയമസ്തകുജ്ജരം തമാതിദൈത്യം ഹരിണാഹൃതം മൃധേ പ്രഹർഷവേഗോൽക്കലിതാനനാമുഹോ പ്രസൂനവർഷൈ വവുഷൂ സുരസ്ത്രീയാം. എല്ലാ ദേവന്മാരും ഭഗവാന്റെ ആ ഒരു ബീഭത്സമായ അവതാരലീല കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു പറയാണ്. അവർ നോക്കുമ്പോൾ കാണുന്നത് കാണാൻ തന്നെ പറ്റുന്നില്ല.
കാരണം മുഖം മുഴുവൻ രക്തമയം, നാവിലും മറ്റും ഭഗവാന്റെ ആ പല്ലിലൊക്കെ മാംസത്തിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ കഴുത്തിലാണെങ്കിൽ കുടൽമാലകൾ. കാണുമ്പോൾ തന്നെ ഭീഭത്സമായിരിക്കുന്ന രൂപത്തെ കണ്ട് അവരെല്ലാവരും ദൂരെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. നദോസ്മ്യനന്തായ ദുരന്തശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈ സ്വലീലയാ സന്തതേവ്യാത്മനെ. ഭഗവാനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി ഇതിനെ സംഹരിപ്പിക്കാൻ സാധിക്കുന്ന അങ്ങ് ഇന്നിതാ ഒരു അസുരനെ അങ്ങ് വധിച്ചിരിക്കുന്നു. അവൻ നിർജീവമായി കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ, അനന്തശക്തിയുള്ള ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ സ്തുതിയിൽ സന്തോഷിച്ചുകൊണ്ട് ശാന്തനാവണമേ. ഭഗവാനെ നമസ്കരിക്കുകയാണ് അവർ. ഇങ്ങനെ ഓരോരുത്തരും, രുദ്രനും ഇന്ദ്രനും ഓരോരുത്തരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ദേവന്മാരെല്ലാം സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനും ശാന്തമാക്കാനും ശ്രമിക്കുമ്പോൾ ഭഗവാൻ ഉച്ചത്തിൽ അലറും. ഓരോ ദേവന്റെ സ്തുതി കേൾക്കുമ്പോഴും ഭഗവാൻ അലറും. ദേവന്മാർ സ്തുതിക്കുന്നത് ഒരു ഭാഗത്തുനിന്ന്, സ്തുതി അവസാനിപ്പിക്കുന്നത് വേറൊരു ഭാഗത്ത്. മുന്നോട്ടല്ല വരുന്നത്. സ്തുതിക്കുന്തോറും പുറകോട്ടാണ് പോകുന്നത്. ഓരോ ദേവന്മാരുടെയും മനോഹരമായിരിക്കുന്ന സ്തുതി ഭാഗവതത്തിൽ നിങ്ങൾക്ക് കാണാം. ചാരണപൂജു ഹരേ തവാംഗ്രി പങ്കജം ഭവാപവർഗമാശ്രിതാം യദേശ സാധൃച്ഛയ ത്വയാസുര സമാഭിതാം. അവിടുത്തെ പാതാരബിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് ഭഗവാനെ ആര് തിരിയുന്നു അവർക്കെല്ലാം ആശ്രയം കൊടുക്കുന്ന ഭഗവാനെ, അങ്ങയുടെ കൈകൊണ്ട് ഈ അസുരൻ വധിക്കപ്പെട്ടു, ഇനി അങ്ങ് ശാന്തമാവണേന്ന്. വയമീശ കിന്നരഗണാസ്തവാനുഘാം ദിജിതേന വിഷ്ടിമമുനാനുകാരിധാ ഭവദാഹരേ സവിജുനോപസാദിതോ നരസിംഹനാഥ വിഭവായനോ ഭവാം. അവിടുത്തെ കൈകളാൽ ഭഗവാനെ, ഇവൻ ഞങ്ങളെയൊക്കെ ദ്രോഹിച്ചു, ഇപ്പോൾ അവിടുത്തെ കൈകളാൽ ഇവൻ വധിക്കപ്പെട്ടു. ഭഗവാനെ, ഇനിയെങ്കിലും അങ്ങ് എല്ലാ ഘോരമായ ഭാവം വിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഓരോ ദേവനും പറയുമ്പോൾ ഭഗവാനുണ്ടല്ലോ, ആ രൂപത്തെ അല്പം പോലും മാറ്റിയില്ല. ഒരു ദേവന്റെ സ്തുതിയിലും ഭഗവാൻ തൻ്റെ ക്രൂരമായ ഭാവത്തെ, ആ ക്രോധമുള്ള ഭാവത്തെ, ബീഭത്സമായ ഭാവത്തെ വിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ബ്രഹ്മാവ് ചെന്ന് ലക്ഷ്മി ദേവി വിളിച്ചുകൊണ്ടുവരുമെന്ന് പറയാണ്. അവിടുത്തെ ഭർത്താവല്ലേ, കണ്ടില്ലേ ഒരു കോലം, എന്തൊരു ഭീകരഭാവം, പേടി വരുന്നു, ഞങ്ങൾക്ക് പോലും അടുത്ത് പോകാൻ പറ്റുന്നില്ല. ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഒന്ന് അടുത്ത് പോയിട്ട് ഒന്ന് കൂളാവാൻ പറയൂന്ന്. ഉടനെ ലക്ഷ്മി ദേവി പറയാണ്, നല്ല ആളടുത്തേക്കാണ് പോകാൻ പറയണതേ. ഇപ്പം ഞാൻ ഭാര്യയാണെന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിന് അറിയുന്ന ഒരേ ഒരു ജോലി കീറി പൊളിക്കുക, ഉള്ളിലുള്ളതൊക്കെ വലിച്ചു കുടിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതം അപകടത്തിലാക്കാൻ ബ്രഹ്മാവേ എന്നോട് പറയരുത്, ദേവി വിചാരിച്ചിട്ട് എന്നെ പറഞ്ഞയക്കരുതെന്ന്. സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാൻ സാധിച്ചില്ല എന്ന്. ചിലർ പറയും, എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എന്താണ്, ഭാര്യ എൻ്റെ മുന്നിൽ ഒന്നും അല്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാനാണ് എൻ്റെ വീട്ടിൽ വലിയവെന്നൊക്കെ. പണ്ടൊരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം നടന്നു. അപ്പം ഭയങ്കര ദേഷ്യത്തിൽ ഭാര്യ എന്തോ പറഞ്ഞപ്പം അച്ഛൻ പുറത്തുനിന്ന് പറയണ, നിൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിൻ്റെ അമ്മയാണ് വലിയ ശക്തിയുള്ളവളെന്ന്, കാണിച്ചു കൊടുക്കാന്ന്. അച്ഛൻ അകത്തേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തേക്ക് വരുമ്പം കുട്ടി ഉറക്കെ പറയാണ്, പുലി പോലെ പോയി എലി പോലെ വന്നു എന്ന്. അപ്പം അങ്ങനെയുള്ളവരുണ്ട് ലോകത്തിൽ. അപ്പോൾ പുലി പോലെ പോയി എലി പോലെ വരുന്നവരുണ്ട്. ഇവിടെ ആ ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കും പറ്റിയില്ല. ഇവിടെ പുലി പോലെ പോവാൻ ആര് തയ്യാറായില്ല? ലക്ഷ്മി ദേവി തയ്യാറായില്ല. അപ്പോഴാണ് പ്രഹ്ലാദൻ അവിടെ നിൽക്കുന്നത്. ബ്രഹ്മാവ് അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഇനി ഉണ്ണിക്ക് മാത്രമേ ഭഗവാനെ ശാന്തമാക്കാൻ സാധിക്കുള്ളൂ. 5 വയസ്സായ ബാലൻ ഭഗവാൻ പ്രകടമാകുമ്പോഴും തൻ്റെ അന്തരാത്മാവായ ഭഗവാൻ തന്നെയാണ് ഈ ഭീകരരൂപമെടുത്ത് വന്നതെന്ന് പൂർണ്ണബോധ്യമുള്ള പ്രഹ്ലാദൻ ഭഗവാന്റെ മുന്നിൽ ഭയന്നില്ല. അച്ഛനെ പിടിച്ച് അച്ഛൻ്റെ കൊടൽമാലകൾ കീറുമ്പോൾ ആ പ്രഹ്ലാദൻ അല്പം പോലും ദുഃഖം കൊണ്ട് തളർന്നില്ല. ഭഗവാനെ കണ്ടിട്ട് പേടിച്ചതുമില്ല. അച്ഛൻ്റെ കുടൽമാലകൾ പറിച്ച് അച്ഛനെ കൊല്ലുന്നത് കണ്ട് ദുഃഖിച്ചതുമില്ല. ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തനായിരുന്നു ആര്? പ്രഹ്ലാദൻ. അങ്ങനെയുള്ള പ്രഹ്ലാദൻ കൈകൂപ്പിക്കൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വരുന്നുണ്ട്. ദുഃഖം കൊണ്ടുള്ളതല്ല, ആനന്ദം കൊണ്ടുള്ളത്. ഭഗവാന്റെ വാക്കുകളുണ്ടല്ലോ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന ആ വാക്കുകളെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ എപ്പോൾ വേണമെങ്കിലും ഏത് രൂപമെടുക്കാനും എനിക്ക് സാധിക്കുമെന്നുള്ള വസ്തുതയെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ മുന്നിലെത്തിയിരിക്കുന്ന ഭഗവാനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ
ബ്രഹ്മാവ് ചെന്ന് പറയാണ്, ഉണ്ണി ശാന്തമാക്കുമെന്ന്. അല്പം പോലും പേടി തോന്നിയില്ല. ഇതിനുള്ള യോഗ്യത എനിക്ക് വന്നല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി ആ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ആ പാതാരവിന്ദത്തിലേക്ക് വീഴുകയാണ്. സാക്ഷാൽ ശ്രീ പ്രേഷിതാ ദേവൈ ദൃഷ്ട്വാ തന്മഹദത്ഭുതം അദൃഷ്ട്വാ സുതപൂർവത്വൽ സാനോപേയായ ശങ്കിത പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്തികേ താദാ പ്രശമയോപേഹി സ്വപിത്രേ കുപിതേ പ്രഭും തദാ ഇതി ശനകൈരാജൻ മഹാഭാഗവതോർഭഗാം ഉപേത്യ ഭുവികായേന നനാമ വിവൃതാഞ്ജലി. ഭഗവാന്റെ പാദത്തിൽ ചെന്ന് പാതാരവിന്ദത്തിലേക്ക് വീണ് കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വന്നു. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവകൃപയാ പരിപ്ലുത ഉത്താപ്യ തച്ഛീഷ്ണുദാൽക്കരാംബുജം കാലാഹി വിത്രധ്യാം കൃതാഭയം സതൽക്കരസ്പർശതുദാഖിലാശുഭാം സപദ്യ വിവ്യക്തപരാത്മദർശന തൽപാദപത്മം ഹൃദി നിർവൃതോ ദദോ ഹൃഷ്യസ്തനോ കൃണ്ണഹൃദശ്ലോദോ ജനാം. ഭഗവാന്റെ പാദത്തിലേക്ക് വീണതും ഭഗവാന്റെ കാലിലേക്ക് തൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ വീണപ്പോൾ അച്ഛൻ്റെ കുടൽമാലകൾ കീറിയ ആ ഭയാനകമായ കൈകൾ, നേരത്തെ ക്രോധം സ്ഫുരിച്ച കൈകൾ ഭഗവാന്റെ ആ ഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട്, ക്രോധഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട് ശാന്തഭാവത്തിലേക്ക് വന്ന് ഉണ്ണിയുടെ കൈകളിൽ അനുഗ്രഹം വർഷിച്ചു എന്ന് പറയുന്നത്. ഒരാളുടെ വയർ കീറുന്ന സമയത്ത് കൈകളിൽ മുഴുവൻ ക്രോധഭാവമാണ്. ഇപ്പോൾ ഉണ്ണിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ അതിൽ മുഴുവൻ ശാന്തഭാവമാണ്. ക്രോധത്തെയും കാണിക്കാൻ സാധിച്ചു, ശാന്തതയും കാണിച്ചുകൊണ്ട് ആ ഉണ്ണിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അടുത്തിരുത്തിയപ്പോൾ ഉണ്ണിയുടെ കണ്ണുകളിൽ നിന്ന് ധാരാളം കണ്ണുനീരങ്ങനെ ഒഴുകുകയാണ്. ഭഗവാനെ സ്തുതിക്കണമെന്ന് മനസ്സിൽ നല്ലോണമുണ്ട്. ആ നിറഞ്ഞിരിക്കുന്ന മനസ്സുകൊണ്ട്, പ്രേമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സുകൊണ്ട് ഉണ്ണി സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ഏറ്റവും വലിയ സ്തുതിയായിരിക്കുന്ന പ്രഹ്ലാദ സ്തുതി. ശ്രീമദ് ഭാഗവതത്തിൽ അനവധി സ്തുതികളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി. ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് ഈ പ്രഹ്ലാദ സ്തുതി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ദിവസവും ഈ പ്രഹ്ലാദ സ്തുതി ചൊല്ലുന്നതുണ്ടല്ലോ, മനസ്സിലെ ഭയം അകറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ്, യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മളെ നയിക്കും. ആ സ്തുതി നമുക്ക് നോക്കാം. 9-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം മുതലാണ് ഈ പ്രഹ്ലാദ സ്തുതി. ബ്രഹ്മാദയസ്സുരഗണാമുനയോദസിദ്ധാം സത്വൈകദാനമതയോ വജസം പ്രവാഹൈ നാരാദിദം പുരുഗുണൈ അധുനാപി വിപ്രൂ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതി. ബ്രഹ്മാദയസ്സുരഗണാം, ബ്രഹ്മാദിദേവന്മാരെല്ലാം, അതുപോലെ ഋഷിമാരും മറ്റും സിദ്ധന്മാരും മുനികളൊക്കെ അവിടുത്തെ ക്രൂരമായ ഭാവത്തെ, ക്രോധം സ്ഫുരിക്കുന്ന ഭാവത്തെ, ബീഭത്സമായ ഭാവത്തെ ശാന്തമാക്കാൻ വേണ്ടി അങ്ങേ സ്തുതിച്ചു. പക്ഷെ അവർക്കൊന്നും അങ്ങേ ശാന്തമാക്കാൻ സാധിച്ചില്ല. ഈ ഉഗ്രജാതിയിൽ, അതായത് അസുരവംശത്തിൽപ്പെട്ട് ഉണ്ണിയായിരിക്കുന്ന എനിക്ക് അതെങ്ങനെ സാധിച്ചു ഭഗവാനെ? വാസ്തവത്തിൽ ഇതെൻ്റെ കഴിവല്ലല്ലോ ഭഗവാനെ, ഇത് അവിടുത്തെ ഒരു അനുഗ്രഹമാണ്, കാരുണ്യമാണ്. പ്രഹ്ലാദൻ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സാധിക്കുന്നതും ഭഗവാന്റെ കാരുണ്യമാണ്. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കുന്നത്. ഒരു കുട്ടിയുടെ കഥ പറഞ്ഞതുപോലെയാണ്. വീട്ടിൽ അമ്മയ്ക്ക് 2 മക്കൾ. അപ്പോൾ ദിവസവും വൈകുന്നേരം അമ്മ പാല് കൊടുക്കും കുട്ടികൾക്ക്. അപ്പം എല്ലാ ദിവസവും ഫുൾ ഗ്ലാസ്സാണ് പാല് കൊടുക്കുക. കാരണം അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ചെറുതിന് ഫുൾ ഗ്ലാസ് കൊടുത്താൽ വലുതിന് ഫുൾ ഗ്ലാസ് കൊടുത്തില്ലേ ആകെ അപകടമാണ്. പിന്നെ അവിടെ വിപ്ലവം ഉണ്ടാക്കും കുട്ടികൾ. ഇപ്പം 2 എണ്ണം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാനേജ് ചെയ്യണം. അപ്പം അന്ന് പാൽക്കാരൻ കുറച്ച് പാലേ കൊണ്ടുവന്നുള്ളൂ. അമ്മ നോക്കുമ്പം ഒരുത്തിന് ഫുൾ ഗ്ലാസ് കൊടുക്കാൻ പറ്റും, രണ്ടാമത്തവന് ഹാഫേ ഉണ്ടാവുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, കുട്ട ഇന്ന് പാല് കുറവാണ്, അമ്മ അനിയൻകുട്ടന് ഫുള്ള് ഗ്ലാസ് കൊടുത്തോട്ടെ. അപ്പം അവൻ്റെ മുഖം വല്ലാതെ, കൊടുക്കണ്ടെന്ന് പറയാനുണ്ട്, എനിക്ക് എത്ര തരുന്നുണ്ടോ അത്രയും അവന് കൊടുത്താൽ മതി, പാവല്ലേ അവൻ ചെറുതല്ലേ, അവനല്ലേ കൊടുക്കേണ്ടത്. ശരി, കൊടുത്തു. പിന്നെ ഇവന് കൊടുക്കുമ്പം പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഇവനുണ്ടല്ലോ ഉള്ളതിലേക്കല്ല നോക്കുന്നത്, ഇല്ലാത്ത പകുതിയിലേക്കാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത്. നമ്മളൊക്കെ ഉണ്ടല്ലോ ഉള്ളതിലേക്ക് നോക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്ത് നമുക്ക് ഇല്ല എന്നുള്ളത് നോക്കാൻ നല്ലോണം കഴിവുണ്ട്. നിങ്ങളൊരു സദ്യക്ക് പോകണോ, ഗംഭീര സദ്യ, പല വിഭവങ്ങളുള്ള സദ്യ.
നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് 2 പപ്പടവും നിങ്ങൾക്കൊരു പപ്പടേ തന്നുള്ളൂ ഇരിക്കുക. എന്താ നിങ്ങൾ ചിരിച്ചത്? ഇതന്നെയാണ് നമ്മുടെ പ്രശ്നം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് 2 പപ്പടവും നിങ്ങൾക്ക് 1 പപ്പടമാണെങ്കിൽ നിങ്ങൾക്ക് ആ സദ്യ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാണുന്നത് കിട്ടാത്തൊരു പപ്പടത്തെക്കുറിച്ചാണ്. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എന്തുണ്ടോ അത് നമ്മൾ ചിന്തിക്കില്ല, എന്താണ് നമുക്ക് ഇല്ലാത്തത്. നോക്കൂ, നിങ്ങൾ ഏതൊരാളോട് സംസാരിച്ച് നോക്കൂ, അവർക്കൊക്കെ പറയാനുള്ളത് അതില്ല, ഇതില്ല, അതില്ല, ഇതില്ല, ഇത് പറയാനേ ഉള്ളൂ. ഏതെങ്കിലും ഒരാൾ ഉള്ളതിനെക്കുറിച്ചോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതുണ്ട് കേട്ടോ, ഇതുണ്ട് കേട്ടോ, വളരെ സന്തോഷമുണ്ട് ജീവിതത്തിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ പറയാൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിന്നും ഉയർത്തിയെടുക്കണം. ഏത് മനസ്സിലും നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. തിന്മയുണ്ടാവുന്നത് ഇല്ലാത്തത് നമ്മൾ കാണുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഉള്ളവരെ നോക്കി അസൂയപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും മത്സരവും തുടങ്ങിയിട്ടുള്ള വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരുന്നത്. നമ്മളെ പരിശീലിപ്പിക്കുകയാണ് പ്രഹ്ലാദൻ. ദേവന്മാർക്ക് പല കഴിവുമുണ്ടായിട്ടും അവർക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ എനിക്ക് സാധിച്ചത്